ഹൊസ്തൃക താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സും അക്ഷരക്കരോളും സംഘടിപ്പിക്കുന്നു. ഇതിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ജാഥ നടത്തി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ഇന്ത്യൻ റിപ്പബ്ലിക് 75 വർഷം പിന്നിടുന്ന വേളയിൽ വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് ഹൊസ്തൃക താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജനുവരി 26 മുതൽ ഫെബ്രുവരി 20 വരെ നീളുന്നതാണ് ആഘോഷം. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് അക്ഷരക്കരോളോടെ റിപ്പബ്ലിക് സദസ്സിന് ആരംഭം കുറിക്കും. ഇതിന്റെ പ്രചരണാർത്ഥമാണ് ശനിയാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ജാഥ നടത്തിയത്. കോട്ടച്ചേരി ജംഗ്ഷൻ മുതൽ പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനി വരെയായിരുന്നു ജാഥ. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന, ജില്ലാ, താലൂക്ക് തല ഭാരവാഹികളും ഗ്രന്ഥശാല ഭാരവാഹികളും ലൈബ്രറിയന്മാരുമെല്ലാം ജാഥയിൽ അണിചേർന്നു. മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുയോഗം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗാനമായിട്ട് ജനഗണമന അംഗീകരിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ തന്നെ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഇങ്ങനെ ഒരു രാജ്യത്തിലെ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം വിളിച്ചോതുന്ന ഒരു ജനകൂട്ടായ്മ നടത്താൻ സാധിച്ചതിൽ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഏറെ സന്തോഷിക്കുന്നു എന്ന് ആ സന്തോഷത്തിന് നൽകിയ ലൈബ്രറി കൗൺസിലിനെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PVK പണിയാൽ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, ഹൊസ്തൃക താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, ജില്ലാ ജോയിന്റ് സെക്രട്ടറി T രാജൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M വിജയൻ, K ലളിത, P കുഞ്ഞിരാമൻ, CV വിജയരാജ്, സുനീഷ് കക്കാട്ടി, P സുശാദ്, CV വിജയരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.